अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुह। इन्नल हम्दलिल्लाह अल्लज़ी हदाना लिहाज़ा वमा कुन्ना लिनह्तदिय लौला अन हदानल्लाह वसल्लल्लाहु अला मुहम्मदिन व आलिहि व सहबिहि व मन तबिअहुम बिइहसानिन इला यौमिद्दीन अम्मा बअद। अल्लाहुम्मा अल्लिमना मा यंफअुना वंफअना बिमा अल्लमतना रब्बि ज़िदना इल्मा। अऊज़ु बिल्लाहि मिनश शैतानिर रजीम। क़ुल या इबादिल्लज़ीन आमनुत्तक़ू रब्बकुम लिल्लज़ीन अहसनू फ़ी हाज़िहिद दुन्या हसना व अर्ज़ुल्लाहि वासिअ इन्नमा युवफ़्फ़स्साबिरून अज्रहुम बिग़ैरि हिसाब। ബഹുമാന്യ കാരണവന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പുലർത്തി ജീവിക്കണമേ എന്ന സ്വയം ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബിൻ്റെ വസിയ്യത്തുകൾ ആത്മാർത്ഥമായി നിറവേറ്റുന്ന യഥാർത്ഥ മുഅ്മിനുകളുടെ കൂട്ടത്തിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വിശുദ്ധ റമളാനിൻ്റെ മുന്നോടിയായി വിശ്വാസികളെല്ലാം അവരവരുടെ പ്രദേശങ്ങളിൽ ഈ റമളാനിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ, നമ്മുടെ സ്ഥാപനങ്ങളിൽ എല്ലാം ഒരുക്കങ്ങളാണ്. കാരണം അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ഒരു മാസം അല്ലാഹ് ബഹുമാനിച്ച മാസമാണ്. അള്ളാഹുവിൻ്റെ ഷിആറുകളിൽപ്പെട്ട ഒന്നാണ്. അള്ളാഹുവിൻ്റെ ഷിആറുകളെ ബഹുമാനിക്കുക എന്നത് വമൻ യുഅള്ളിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അള്ളാഹുവിൻ്റെ ഷിആറുകളെ, അവൻ്റെ സ്തംഭങ്ങളെ ബഹുമാനിക്കുക എന്നത് ഒരാളുടെ തഖ്വയുടെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഈ റമളാൻ മാസത്തെ സ്വീകരിക്കാനും ഉപയോഗപ്പെടുത്താനും വേണ്ടി നമ്മൾ നടത്തുന്ന എന്തൊക്കെ ശ്രമങ്ങളുണ്ടോ ആ ശ്രമങ്ങളെല്ലാം നമ്മുടെ തഖ്വയുടെ ഭാഗമാണ്, നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ്. നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ സൽക്കർമ്മങ്ങൾ നൽകുന്ന ഒന്നാണ്. റമളാൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നമുക്കൊരു വഴികാട്ടിയായിക്കൊണ്ടും, ഒരുപാട് ദൂരം വഴി തെറ്റി നമ്മൾ നടന്നിട്ടുണ്ടെങ്കിൽ തിരിച്ച് യഥാർത്ഥ വഴിയിലേക്ക് നടക്കാനുള്ള, കയറാനുള്ള ഒരു മാർഗം, ഒരു സന്ദർഭവുമായിട്ടാണ്. ഒരു തിരിച്ച് വരവിൻ്റെ സമയമാണ് റമളാൻ എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ ജീവിതം പൊതുവിൽ നമ്മളൊന്നും നമസ്കാരമൊന്നും ഒഴിവാക്കുന്നവരല്ല. പക്ഷേ പൊതുവേ സമൂഹത്തിൻ്റെ അവസ്ഥ എന്താണ്? നമസ്കാരത്തിൽ വീഴ്ച വരുത്തുന്ന, വിശുദ്ധ ഖുർആനുമായുള്ള നമ്മുടെ ബന്ധം എന്താണ്? പലപ്പോഴും ഖുർആൻ ഒരു ദിവസം ഓതി നോക്കാത്ത, പലപ്പോഴും ഖുർആനുമായുള്ള ബന്ധം ഇല്ലാത്ത ഒരുപാട് ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകാറില്ലേ? ഇങ്ങനെ തിന്മകൾ ചെയ്യുന്ന, നന്മകളിൽ നിന്ന് അകലുന്ന, ഖുർആനുമായി ബന്ധമില്ലാത്ത, പള്ളിയുമായി ബന്ധമില്ലാത്ത, നമസ്കാരവുമായി ബന്ധമില്ലാത്ത ഒരുപാട് തെറ്റുകൾ, അബദ്ധങ്ങൾ, ഇവർക്കൊക്കെ തിരിച്ച് മടങ്ങാനുള്ള ഏറ്റവും വലിയൊരു സന്ദർഭമാണ് റമളാൻ എന്ന് പറയുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാൻ മാസത്തെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നത്. റമളാനിനെ സ്വാഗതം ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ വിളിച്ചുകൂട്ടി പറയുന്നുണ്ട്, അതാക്കും ഷഹ്റു റമളാൻ, നിങ്ങൾക്കിതാ റമളാൻ മാസം വന്നിരിക്കുന്നു. നബി സന്തോഷവാർത്ത അറിയിക്കുകയാണ്, സ്വാഗതം ചെയ്ത് സന്തോഷവാർത്ത അറിയിക്കുക. ഷഹ്റുൻ മുബാറക്, അനുഗ്രഹീതമായ മാസം ഇതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ്
സ്വർഗ കവാടങ്ങൾ തുറക്കുന്ന, നരകത്തിൻ്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുന്ന ഈ ദിനങ്ങൾ മനുഷ്യരെ നിങ്ങൾ ഉപയോഗപ്പെടുത്തൂ എന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ. എന്തിനാണത്? പ്രധാനമായും പണ്ഡിതന്മാർ പറയുന്നത് 2 കാരണങ്ങളാണ്. ഒന്ന്, മനുഷ്യരോട് അവർക്ക് ഈ റമദാനിൻ്റെ ഫളിൽ എന്താണ്, ഇതിൻ്റെ മഹത്വം എന്താണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടും അവരെ അതിനു വേണ്ടി പ്രേരിപ്പിക്കാൻ, ഈ റമദാനിനെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി പ്രേരിപ്പിക്കാൻ വേണ്ടിയുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തത് എന്ന് ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു. ഇമാം ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്, നമ്മൾ ആർക്കെങ്കിലും വല്ല ഗ്രീറ്റിംഗ് അയക്കുന്നുണ്ടെങ്കിൽ അത് വേറെ ഒന്നിനുമല്ല, ആർക്കെങ്കിലും വല്ല ആശംസകളും അയക്കുന്നുണ്ടെങ്കിൽ അത് മറ്റൊന്നിനുമല്ല, റമദാൻ മാസത്തിനാണ് വേണ്ടത്. കാരണം അദ്ദേഹം പറയുന്നത്, ഹാദൽ ഹദീസ് അസ്ലുൻ ഫീ തഹ്നിഅത്തിൽ മുസ്ലിമീന ബഅ്ദുഹും ബഅ്ലൻ ബിഹാദൽ ശഹ്റിൽ കരീം. ഈ ഹദീസ് റമദാനായിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആശംസകൾ നേരാനും സന്തോഷ വാർത്തകൾ അറിയിക്കാനുമുള്ള ഏറ്റവും വലിയ ഒരു അടിസ്ഥാനമാണ് ഈ ഹദീസ് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ കാര്യം. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത്, റമദാനിനെ നമ്മൾ എങ്ങനെ സ്വീകരിക്കണം, എങ്ങനെയായിരിക്കണം ആ റമദാനിനോട് നമ്മൾ ബന്ധം പുലർത്തേണ്ടത് എന്നതാണ്. 3 വഴിയിലൂടെയാണ് റമദാനിനോടുള്ള ബന്ധം നമ്മൾ പുലർത്തേണ്ടത്, റമദാനിനെ നമ്മൾ സ്വീകരിക്കേണ്ടത്. ഒന്നാമത്തത്, ആ മാസത്തിൻ്റെ മഹത്വവും അതിൻ്റെ പ്രത്യേകതകളും അറിഞ്ഞുകൊണ്ട്. 2, ആ മാസത്തിൽ പ്രധാനമായുള്ള ആരാധനയായ നോമ്പിൻ്റെ വിധിവിലക്കുകളും മറ്റും മനസ്സിലാക്കിക്കൊണ്ട്. 3, നോമ്പിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിക്കൊണ്ട്. ഈ 3 വഴികളിലൂടെയും റമദാനിനെ നമ്മൾ ഉൾക്കൊള്ളുകയും റമദാനിനെ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യണം. അതിൽ ഒന്നാമത് പറഞ്ഞ റമദാനിൻ്റെ മഹത്വം, ആ മാസത്തിൻ്റെ മഹത്വം നേരത്തെ സലാഹുദ്ദീൻ സ്വലാഹി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഒന്ന്, അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ ഏക മാസം റമദാനാണ്. ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ ഏക മാസം റമദാനാണ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, അല്ലേ? ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ 12 മാസങ്ങളിൽ ഏക മാസം റമദാൻ മാസമാണ്. ഹജ്ജിനെ സംബന്ധിച്ച് ഒരു സൂറത്ത് തന്നെയുണ്ട്, പക്ഷേ ഹജ്ജിൻ്റെ മാസങ്ങളെപ്പറ്റി പ്രത്യേകം പറഞ്ഞിട്ടില്ല. പിന്നെന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? അൽ ഹജ്ജു അഷ്ഹുറും മഅലൂമാത്ത്, അറിയപ്പെട്ട മാസങ്ങളാണ് ഹജ്ജ്. അതേത് മാസങ്ങൾ എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ ആളുകൾക്കൊക്കെ അറിയാം. എന്നാൽ റമദാൻ മാസത്തിൻ്റെ പേര് ഖുർആൻ എടുത്തു പറഞ്ഞു എന്നത് അതിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. രണ്ടാമത്, ആ മാസത്തിന് ആ പേര് വന്നത്, എല്ലാം ശ്രദ്ധിക്കണം, ആ മാസത്തിന് ആ പേര് വന്നത് എന്താണ്? 2 കാര്യങ്ങളാണ് റമദാൻ മാസത്തിന് ആ പേര് വരാൻ കാരണം. കാരണം അള്ളാഹു നിശ്ചയിച്ചതാണല്ലോ ഈ പേരൊക്കെ. 12 മാസങ്ങൾ നിശ്ചയിച്ചത് അള്ളാഹുവാണ്, പേരുകൾ നിശ്ചയിച്ചത് അള്ളാഹുവാണ്. ആ നിശ്ചയിച്ചത് 2 കാരണങ്ങൾ കൊണ്ടാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഒന്ന്, റമള് എന്ന് പറഞ്ഞാൽ ഹേമന്തത്തിന് തൊട്ട് മുമ്പുള്ള ഒരു മഴ. അറബികളെ സംബന്ധിച്ചിടത്തോളം ആകെ ഒരു കൊല്ലത്തിലൊരു മഴ കിട്ടിയെങ്കിൽ കിട്ടി എന്നുള്ളതാണ്. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയവർക്കറിയാലോ. ആ ഒരു മഴ, അതോടുകൂടി ഭൂമിയുടെ ഉപരിതലത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള വേസ്റ്റുകളും മറ്റുമൊക്കെ ആകെ അത് തുടച്ച് വൃത്തിയാക്കി ഭൂമിയുടെ ഉപരിതലം ശുദ്ധമാക്കുന്ന ഒരു മഴയാണത്. അതിന് പേര് പറയുന്നത് റമള് എന്നാണ്. അപ്പോൾ ഒരു ശുദ്ധിയുടെ കാലമാണത്, ഒരു ശുദ്ധിയുടെ കാലമാണ് റമദാൻ. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിലുള്ള ശുദ്ധിയുടെ ഒരു കാലം. രണ്ടാമത്തേത് റമളാ എന്നാണ്. റമളാ എന്ന് പറഞ്ഞാൽ അതിൽ ഡിക്ഷണറികളിലൊക്കെ കാണുക ഷിദ്ദത്തുൽ ഹർ അൽ മുഹരിഖ് എന്നാണ്.
ഒരു വസ്തുവിനെ കരിച്ചു കളയുന്ന കടുത്ത ചൂട് എന്നാണ്. അഥവാ മനുഷ്യൻ്റെ പാപങ്ങളെ കരിച്ചു കളഞ്ഞ് ഒരു വസ്തുവിനെ ശുദ്ധീകരിക്കൽ എന്തൊക്കെയാണ്? ഒന്നുകിൽ കഴുകിയിട്ട് ശുദ്ധീകരിക്കാം, അല്ലേ? കഴുകി ശുദ്ധീകരിക്കും. രണ്ടാമത് നമ്മളതിനെ ശുദ്ധീകരിക്കുന്നത് കഴുകി ശുദ്ധീകരിക്കാൻ പറ്റില്ല. നമ്മൾ ഇരുമ്പ്, അതേപോലെ തന്നെ സ്വർണം, നമ്മൾ എത്ര കഴുകിയാലും അത് ശുദ്ധിയാവുന്നില്ല. പിന്നെന്ത് വേണം? അതിനെ തീയിലിട്ട് നന്നായി ഉരുക്കിയാലേ അത് ശുദ്ധിയാവുള്ളൂ. അപ്പോൾ ശുദ്ധിയുടെ രണ്ട് പേരുകൾ, ഒന്ന് മഴ, ഒന്ന് വെള്ളം, രണ്ടാമത്തത് തീയ്. ഇത് രണ്ടും ഒരുമിച്ച് കൂടിയതാണ് റമളാൻ എന്നത്. അഥവാ പൂർണ്ണാർത്ഥത്തിൽ വിശുദ്ധിയാണ് ഇത് റമളാൻ. നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ചെയ്തു പോയിട്ടുള്ള ഈ റമളാൻ അങ്ങോട്ട് കഴിഞ്ഞാൽ നമുക്കൊരു പാപം ബാക്കി നിൽക്കരുത്. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറുന്ന സമയത്ത് ആമീൻ പറഞ്ഞത് നിങ്ങളൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. ആ ആമീൻ പറഞ്ഞതിൽ ഒന്നേതാണ്? 3 പറഞ്ഞതിൽ ഒരു മനുഷ്യന് റമളാൻ വന്ന് 29-30 ദിവസങ്ങൾ കഴിഞ്ഞ് ആ റമളാൻ ശവ്വാലിലേക്ക് വഴിമാറുന്ന ഒരു ഘട്ടത്തിൽ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അവനാണ് ഏറ്റവും വലിയ നഷ്ടക്കാരൻ. അങ്ങനെ അവൻ നഷ്ടക്കാരനാകട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ എന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണ്? ശുദ്ധിയുടെ എല്ലാ അർത്ഥങ്ങളും ഒരുമിച്ച് ചേർന്ന റമളാൻ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ട് ശുദ്ധി അവന് ലഭിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് ആ പേരിന് കാരണം തന്നെ നമ്മൾ നോക്കിയിട്ടുണ്ട് എങ്കിൽ, പേരിന് കാരണം തന്നെ നോക്കിയാൽ റമളാൻ എന്നത് നമ്മൾ പ്രത്യേകം അതിനെ ഒന്ന് ശ്രദ്ധിക്കേണ്ട മാസമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഇനി രണ്ടാമത്തെ അതിൻ്റെ ഒരു പ്രത്യേകത വേഗത്തിൽ ഞാൻ പറഞ്ഞു പോവുകയാണ്. എല്ലാ വേദങ്ങളും ഇറങ്ങിയ മാസം ഇതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എല്ലാ വേദങ്ങളും ഇറങ്ങിയ ഒരു മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്. സുഹുഫ് ഇബ്രാഹിം ഇറങ്ങിയത്, അതേപോലെ തന്നെ തൗറാത്ത് ഇറങ്ങിയത്, ഇൻജീൽ ഇറങ്ങിയത്, ഖുർആൻ ഇറങ്ങിയത്, ഇതൊക്കെ ഈ മാസത്തിലാണ് എന്ന് സ്വീകാര്യമായ ഹദീസുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാമത്തത്, ലോകം മുഴുവൻ റമളാനിനെ വരവേൽക്കുന്നു എന്ന്. റമളാനാകുന്ന സമയത്ത് മലക്കുകൾ ഇറങ്ങി വന്ന് ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമളാൻ സുഫിദത്തിശ് ശയാത്തീൻ വമറദതു അൽ ജിന്ന. റമളാനിൻ്റെ വരവിനോട് അനുബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കുന്ന സംവിധാനങ്ങൾ. നമ്മളൊക്കെ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആകെ തോരണങ്ങൾ ഒരുക്കി ഇവിടെ ആകെ, അല്ലേ? എന്താണത്? റമളാൻ വരുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അതിൻ്റെ ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ്. മാത്രമല്ല, യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ, നന്മ ഉദ്ദേശിക്കുന്നവർക്ക് മുന്നോട്ട് വരാനുള്ള, അവരെ സ്വാഗതം ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാകും. സ്വാഗതം ചെയ്യുന്നു. വയാ ബാഇയ ശർ അഖ്സിർ, തിന്മ ഉദ്ദേശിക്കുന്നവരെ നിങ്ങളൊന്ന് നിർത്തി എന്ന് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് മലക്കുകൾ വിളിച്ചു പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. പോരാ, പാപങ്ങൾ പൊറുക്കുന്ന മാസമാണ് റമളാൻ എന്ന് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റമളാനു ഇലാ റമളാൻ, ഒരു റമളാൻ അടുത്ത റമളാൻ വരെയുള്ള പാപങ്ങൾ ഇദജ്തുനിബത്തിൽ ഖബായിർ, വൻ പാപങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. വൻപാപങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയാൽ നമ്മുടെ നാവ് വരുന്ന, നമ്മുടെ കൈകൊണ്ട് ചെയ്യുന്ന, നമ്മുടെ കണ്ണുകൊണ്ട്, നമ്മുടെ കാതുകൊണ്ട്, ഇതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പാപങ്ങളൊക്കെ അത് മതി ഒരു മനുഷ്യൻ നശിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണല്ലോ, ചെറുപാപങ്ങൾ കുന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അത് മതി ഒരു മനുഷ്യൻ നശിക്കാൻ. അപ്പോൾ ഒരു കൊല്ലത്തേത് മുഴുവൻ നശിപ്പിക്കുന്ന ഒരു പ്രവർത്തനം റമളാനിലൂടെ നമുക്ക് കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നരകമോചനത്തിൻ്റെ മാസമാണ് എന്ന് നേരത്തെ സ്വാഗതത്തിൽ നമ്മൾ കേട്ടല്ലോ. നരകത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മോചിപ്പിക്കുന്ന മാസം. വലില്ലാഹി ഉതഖാഉ മിനന്നാർ, നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു മാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകമോചനം നൽകുന്ന കുറേ ആളുകളുണ്ട്. വദാലിക കുല്ല ലൈലത്തിൻ, ഓരോ രാവിലും ഉണ്ടാകും. അത്
ഓരോ രാവിലും ഉണ്ടാകും അത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. പിന്നെ പിശാചുക്കളെ ബന്ധിക്കുന്ന മാസമാണ് എന്ന്, വർഷത്തിലെ ഏറ്റവും ഉത്തമമായ ദിവസമുള്ള മാസം അതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകൾ, ഈ ശ്രേഷ്ഠതയൊക്കെ മനസ്സിലാക്കിയാൽ തന്നെ റമദാൻ നമുക്ക് അതിനെ ഒരു നിസ്സാര ഭാവത്തിലെടുക്കാൻ സാധ്യമല്ല. എല്ലാം വരുന്നു പോകുന്നു, അതേപോലെ റമദാനും വരും പോകും എന്നത്, അങ്ങനത്തെ ഒരു വരവല്ല റമദാൻ വരേണ്ടത്, അങ്ങനത്തെ ഒരു പോക്കുമല്ല റമദാൻ പോകേണ്ടത്. മറിച്ച് റമദാൻ വരുന്നത് നാം അറിഞ്ഞുകൊണ്ടും റമദാൻ പോകുന്നത് നമുക്ക് വേണ്ടത് നൽകിക്കൊണ്ടുമായിരിക്കണം എന്നത് നമ്മൾ തീരുമാനിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം നോമ്പിൻ്റെ ശ്രേഷ്ഠതകൾ, അല്ലേ? നോമ്പിൻ്റെ ശ്രേഷ്ഠത അത് മനസ്സിലാക്കാം. റമദാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് ഏതാ? നോമ്പെടുക്കുക എന്നത് തന്നെയാണ്. നോമ്പിൻ്റെ ശ്രേഷ്ഠത, ഒരു നോമ്പിൻ്റെ ശ്രേഷ്ഠത നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയത് തന്നെ എന്തിനാ? തഖ്വക്ക് വേണ്ടിയാ. കാരണം ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, എന്ത് ചെയ്താലും റബ്ബ് സ്വീകരിക്കണമെങ്കിൽ അടിസ്ഥാനമായി വേണ്ടത് എന്താണ്? തഖ്വയാണ്. ഈമാനും തഖ്വയുമില്ലാത്ത ഒരു മനുഷ്യൻ്റെ കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ല എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിലൂടെ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ തഖ്വ നമുക്കുണ്ടാക്കിയെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണിത്, റമദാൻ മാസം. ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത്. കുതിബ അലൈക്കുമുസ്സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും. ആയത്ത് അവസാനിക്കുന്നത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത തഖ്വയുള്ളവരാകാൻ വേണ്ടിയെന്ന്. അപ്പോൾ തഖ്വയുടെ മാസമാണ്. ആ തഖ്വ നമ്മൾ കൈവരിച്ചാൽ മാത്രമേ നമ്മുടെ ഏത് കർമ്മവും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മാത്രമല്ല, നോമ്പ് എന്ന് പറയുന്ന കർമ്മമുണ്ടല്ലോ, അത് നമ്മളിപ്പോൾ സുന്നത്ത് നോമ്പ് നോൽക്കുകയാണെങ്കിൽ, ഇപ്പോൾ നാളെ വ്യാഴാഴ്ചയാണ്, നമുക്കിന്നൊരു അത്താഴം കഴിച്ച് നിയ്യത്ത് വെച്ചാൽ നാളെ സുന്നത്ത് നോമ്പായി. പ്രത്യേകിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി നോമ്പെടുത്തിരുന്ന ഒരു മാസം ഏതാ? ഈ ഷഅബാൻ മാസത്തിലല്ലേ? ഈ ഷഅബാനിലെ തിങ്കളും വ്യാഴവുമൊക്കെ നമുക്ക് നോമ്പെടുത്തുകൂടെ? അങ്ങനെ ഒരു ഒരുക്കം, റമദാനിൻ്റെ മുമ്പായിട്ടുള്ള ഒരു ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. കാരണം ഒരു ദിവസത്തെ നോമ്പ് എന്ന് പറഞ്ഞാൽ ചെറുതല്ല, അത് അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞതാണ്. ഇപ്പോൾ പള്ളി, എൻ്റെ വീടും പള്ളിയും ഒരേ സ്ഥാനത്താണോ? നിങ്ങളൊക്കെ നിങ്ങളുടെ വീടിനെയും പള്ളിയെയും ഒരേ സ്ഥാനത്താണോ കാണുക? അല്ല. എൻ്റെ വീട് എൻ്റേതാണ്, പള്ളിയോ അത് അള്ളാഹുവിൻ്റെതാണ്, ബൈത്തുള്ളയാണ്, അല്ലേ? അത് ബൈത്തുള്ളയാണ്. അതേപോലെ തന്നെ ഈ ഒരു ഇബാദത്ത് അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേതാ? അസ്സൗമുലീന, നോമ്പ് എനിക്കുള്ളതാണ്, നോമ്പ് എൻ്റെതാണെന്ന്. നോമ്പ് എൻ്റെതാണ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളതൊന്നും അള്ളാഹ്ക്കുള്ളതല്ല എന്നല്ല, മറിച്ച് ഒരു കാര്യത്തെ അൽ ഹജ്ജു അറഫ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണെന്ന് പറഞ്ഞാൽ മുസ്ദലിഫ, മിന, തവാഫ്, സഈ അതൊന്നും ഹജ്ജിൽപ്പെട്ടതല്ല എന്നാണോ? അല്ല, മറിച്ച് അറഫയിൽ നിൽക്കുക എന്നതാണ് ഹജ്ജിൻ്റെ ഏറ്റവും മഹത്തരമായ കർമ്മം. അതേപോലെ തന്നെ അസൗമുലി എന്ന് പറഞ്ഞാൽ ഇബാദത്തുകളിലെ ഏറ്റവും ഉത്തമമായ ഒരു ഇബാദത്ത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ മഹത്വം സൂചിപ്പിച്ച് റബ്ബിലേക്ക് ചേർത്തി പറഞ്ഞ മാസമാണ്, കർമ്മമാണ്, ഇബാദത്താണ് ഇത് നോമ്പ്. അതിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുക തന്നെ ചെയ്യേണ്ടതുണ്ട്. മറ്റൊന്ന്, അതിൻ്റെ ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ അള്ളാഹു ഏറ്റവും ശ്രേഷ്ഠമാക്കിയ ആരാധന എന്ന് നബിയുടെ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നബിയോട് ഒരു സ്വഹാബി വന്നിട്ട് ചോദിച്ചു, മുർ, പ്രവാചകരെ നിങ്ങൾ കൽപ്പിക്കണം, മുർ നീ ബി അമലിൻ, എനിക്കൊരു കർമ്മം നിങ്ങൾ കൽപ്പിച്ചു തരണം, നിങ്ങൾ എന്നോട് കൽപ്പിക്കണം. എന്ത്? ഇദാ ഫഅൽതുഹു ഇദാ അമിൽതുഹു അത് ദഖൽതുൽ ജന്നാന, ഞാനത് ചെയ്താൽ സ്വർഗത്തിൽ പ്രവേശിക്കും.
ആ കാര്യം ചെയ്താൽ സ്വർഗത്തിൽ കടക്കും. അങ്ങനത്തെ ഒരു കർമ്മം എനിക്ക് പ്രവാചകരെ നിങ്ങൾ പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി എന്താ? അലൈക ബിസ്സൗം, നീ നോമ്പെടുത്തോ. ഫഇന്നഹു ലാ ഇദ്ല ലഹു, ഫഇന്നഹു ലാ ഇദ്ല ലഹു, അതിന് വേറെ ഒരു അതല്ലാത്ത വേറൊരു കർമ്മം അതിന് പകരം വെക്കാനില്ല എന്ന്. വേറൊരു കർമ്മം അതിന് പകരം വെക്കാനില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ചുരുക്കത്തിൽ ഈ ഒരു നോമ്പ് എന്ന കർമ്മത്തിൻ്റെ മഹത്വങ്ങൾ ചെറുതല്ല. പാപങ്ങൾ പൊറുക്കാൻ ഇത്രയേറെ മഹത്തരമായ മറ്റൊരു കർമ്മമില്ല എന്നതാണ്. തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതിനോളം മഹത്തരമായ ഒരു കർമ്മമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അസ്സൗമു ജുന്ന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നോമ്പ് പരിചയാണെന്ന് പറഞ്ഞാൽ നരകത്തിലേക്ക് പോകുന്ന എല്ലാ തിന്മകളെയും തടുക്കാനുള്ള പരിചയാണെന്ന. നരകത്തിൽ നിന്നുള്ള പരിച എന്ന് പറഞ്ഞാൽ നരകത്തിലേക്ക് എത്തിക്കുന്ന കർമ്മങ്ങളിൽ നിന്നുള്ള പരിചയാണ് എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ടാണ് വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം കഴിക്കാൻ കഴിയാത്ത ആളുകളോട്, യുവാക്കളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് സംരക്ഷിക്കണമെങ്കിൽ, നിങ്ങളുടെ ഈമാൻ, അഭിമാനവും നിങ്ങളുടെ ശരീരവും നിങ്ങൾക്ക് സംരക്ഷിക്കണമെങ്കിൽ നിങ്ങൾ നോമ്പെടുത്തോളി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് ഒരു പരിച തന്നെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എത്രത്തോളം എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഈ റമദാനിൻ്റെ ഒരുപാട് മഹത്വങ്ങൾ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, അത് നോമ്പെടുത്തിട്ടൊരു വായനാറ്റ്, ഇപ്പോൾ കുറേ ഭക്ഷണം കഴിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ വായൻ്റെ ഒരു മണത്തിലൊരു വ്യത്യാസം വരുമല്ലോ, അതടക്കം മഹത്തരമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താ? അതിൻ്റെ നമുക്കതുകൊണ്ടുണ്ടാകുന്ന എന്തെങ്കിലും ഒരു ദോഷം അല്ലേ? നിങ്ങൾ ഹജ്ജിൻ്റെ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, മനുഷ്യർ ജടകുത്തിയ മുടിയുമായിട്ട് അല്ലേ കൂടുതൽ കുളിക്കാനും മറ്റുമൊന്നും സാധ്യമല്ലാതെ പൊടി പുരണ്ട വസ്ത്രങ്ങളും ജടകുത്തിയ മുടിയുമായിട്ട് അവിടെ നിൽക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെപ്പറ്റി പറയുന്നുണ്ട്. എന്താ അവർക്ക് വേണ്ടത്? എൻ്റെ അടിമകൾ വന്നു നിൽക്കുന്നത് കണ്ടില്ലേ? ജടകുത്തിയ മുടിയുമായി പൊടി പുരണ്ട വസ്ത്രങ്ങളുമായിട്ട് അവർ കയ്യുമുയർത്തി നിൽക്കുന്നു. എന്താണ്? അള്ളാൻ്റെ മാർഗത്തിൽ ഒരു ത്യാഗം ചെയ്യുമ്പോൾ അതിൻ്റെ പേരിലുണ്ടായിട്ടുള്ള വിയർപ്പും അതിൻ്റെ പേരിലുണ്ടായിട്ടുള്ള പൊടിയും ഇതൊക്കെ എന്താണ്? മഹത്തരമായി മാറുകയാണ്. ഇതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കിയപ്പോൾ നമ്മുടെ വായിന് വന്നിട്ടുള്ള ഒരു വാസനയിലെ ചെറിയ ഒരു വ്യത്യാസം പോലും മഹത്തരമായി കാണുകയാണ്. അല്ലാതെ പൊടിയും ചളിയും മഹത്തരായതുകൊണ്ടല്ല. ആ പൊടിയും ചളിയും ഏറ്റത് എന്താ? എന്ത് കാരണത്തല്ല? അള്ളാൻ്റെ മാർഗത്തിലാണ് അല്ലേ? അള്ളാഹുവിൻ്റെ മാർഗത്തിലാണെന്ന്. അതുകൊണ്ട് അത്ര വലിയ മഹത്തരമായ കർമ്മങ്ങളാണ് ഈ റമദാൻ എന്ന് പറയുന്നത്, അതിൽ നമുക്ക് നിർവഹിക്കാനുള്ള നോമ്പ് എന്ന് പറയുന്നത്. മാത്രമല്ല നമ്മുടെ പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകൾക്ക് ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുന്ന സമയമാണ് അത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്ന നോമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്നുണ്ട്. നോമ്പ് എന്ന് പറയുന്നത് നാളെ പരലോകത്ത് ശഫാഅത്ത് ചെയ്യാൻ വേണ്ടി വരും. ചെറിയ കാര്യമൊന്നുമല്ല, ശഫാഅത്ത് ചെയ്യാൻ വേണ്ടി വരും. അതേപോലെ തന്നെ നോമ്പുകാർക്ക് പ്രത്യേകമായ സ്വർഗത്തിലേക്കുള്ള കവാടം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്താണ് അതിൻ്റെ പേര് പറയും? ബാബുർ റയ്യാൻ അല്ലേ? അതാർക്കുള്ളതാ? നോമ്പുകാർക്ക്. റമദാനിൽ മാത്രം നോമ്പെടുക്കുന്നവർക്കല്ല. റമദാനിലെ എല്ലാ വിശ്വാസികളും നോമ്പെടുക്കൂലേ? മറിച്ച് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സുന്നത്ത് നോമ്പുകൾ നമ്മൾ അധികരിപ്പിക്കണം. അങ്ങനെ സുന്നത്ത് നോമ്പുകൾ അധികരിപ്പിച്ച് നോമ്പുകാരനായി അള്ളാഹുവിൻ്റെ അടുക്കൽ അറിയപ്പെടണം, വിശ്വാസികളുടെ കൂട്ടത്തിൽ അറിയപ്പെടണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഇതിനു വേണ്ടി നമ്മളൊന്ന് ഒരുങ്ങന്നെ വേണം അല്ലേ? ഒരുങ്ങൽ എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? അതാണ് മൂന്നാമതായിട്ട് ഞാൻ പറഞ്ഞ കാര്യം. എന്ത്? ഇതിൻ്റെ നിയമങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരുങ്ങണം. എങ്ങനെ നോമ്പ് എടുക്കണം എന്നറിഞ്ഞുകൊണ്ട് ഒരുങ്ങണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൻ്റെ നിയ്യത്ത് തന്നെയാണ് അല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൻ്റെ നിയ്യത്ത് തന്നെ. എങ്ങനെ നിയ്യത്ത്? ഞങ്ങളോട് ചോദിക്കുകയാണ്, എങ്ങനെ നിയ്യത്ത്?
നമ്മളൊക്കെ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട് നവൈതു സൗമ ഖദീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു നിയ്യത്ത് അല്ല. എന്നാൽ എല്ലാ ദിവസവും നിയ്യത്ത് വേണം. ചില ആളുകളൊക്കെ പറയാറുണ്ട് അത് റമദാനിൻ്റെ തുടക്കത്തിൽ ഇവിടുന്ന് അങ്ങോട്ട് ഒരുമിച്ച് ഒറ്റ നിയ്യത്താണ്ട് വെച്ചാൽ പോരാ. അങ്ങനെ വേണം നമുക്ക്. അതെങ്ങനെയാണ്? ഈ റമദാനിൽ എല്ലാ ദിവസവും ഞാൻ എന്ത് ചെയ്യും? നോമ്പെടുക്കും എന്ന നിയ്യത്ത് റമദാനിൻ്റെ തുടക്കത്തിൽ വേണം. പക്ഷേ ഓരോ ദിവസവും രാത്രിയിൽ നമുക്ക് നാളെ ഞാൻ നോമ്പുകാരനായിരിക്കും എന്ന ഓർമ്മയും ബോധവും ഉണ്ടാകണം. ഷാഫി മദ്ഹബാകട്ടെ, ഹനഫി മദ്ഹബാകട്ടെ, ഹംബലി മദ്ഹബാകട്ടെ, ഈ 3 മദ്ഹബിലും ഓരോ ദിവസവും രാത്രി നോമ്പിന് നിയ്യത്ത് വെക്കൽ നിർബന്ധമാണ്. ഓരോ ദിവസവും രാത്രിയിൽ നിയ്യത്ത് വെക്കൽ നിർബന്ധമാണ്. ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് മാലിക്കി മദ്ഹബിലെ പണ്ഡിതന്മാർ, റമദാനിൻ്റെ തുടക്കത്തിൽ ഒന്നിച്ച് ഈ റമദാനിലെ എല്ലാ ദിവസവും ഞാൻ നോമ്പെടുക്കും എന്നൊരു നിയ്യത്തുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ദിവസം നോമ്പ് മുറിക്കണം, നാളെ നോമ്പ് ഞാൻ എടുക്കണില്ല എന്നൊന്നും വിചാരിക്കാത്ത ഒരു സമയം ഉണ്ടാവുമല്ലോ. അതല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ദിവസം നോമ്പ് ഒഴിവായി പോകുന്ന അവരുടെ മാസമുറയുടെ സമയം, അങ്ങനെ ഒഴിവായി ഉള്ളതാണെങ്കിൽ പിന്നെ വീണ്ടും നിയ്യത്ത് വെക്കണം. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു നിയ്യത്ത് വേണ്ടതില്ല. ഉണ്ടാകുന്നത് പുണ്യമാണ്. രാത്രിയിൽ എല്ലാ ദിവസവും നോമ്പെടുക്കുന്നത് ഞാൻ നാളെ നോമ്പുകാരനായിരിക്കും എന്നുള്ള നിയ്യത്തുണ്ടാകുക എന്നുള്ളത് പുണ്യം തന്നെയാണ്. അപ്പോൾ പുണ്യമാണെന്നുള്ള കാര്യത്തിൽ ആർക്കും ഇല്ല. നിർബന്ധമാണോ അല്ലേ? അങ്ങനെ ഒരു നിർബന്ധമാണോ അല്ലേ എന്നുള്ള കാര്യത്തിലൊരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യേണ്ടത്? ഉറപ്പായിട്ട് ചെയ്യണ്ടേ അല്ലേ? അത് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ചില ആളുകളൊക്കെ സുന്നത്താണെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല എന്ന് വിചാരിക്കാൻ പറ്റുമോ? അവർ പറഞ്ഞില്ല, നിർബന്ധമാണെന്ന് പറഞ്ഞവരതാണ് ശരിയെന്നുണ്ടെങ്കിൽ പോയില്ലേ നമ്മളത്. അതുകൊണ്ട് ഓരോ ദിവസവും രാത്രിയിൽ നമ്മൾ നിയ്യത്ത് കരുതണം. രാത്രി നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് തന്നെ. കാരണം ഒരു അത്താഴത്തിന് എഴുന്നേൽക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലോ അല്ലേ? രാത്രി നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അതിനുള്ള ഒരുക്കം വേണം. അതിലേറെ അതിനു വേണ്ടിയുള്ള ഒരുക്കത്തിൽ ഏറ്റവും പ്രധാനം എന്താ അല്ലേ? നമ്മുടെ ശരീരത്തിന് ആരോഗ്യമുള്ള അവസ്ഥയിൽ, മനസ്സിന് ആരോഗ്യമുള്ള അവസ്ഥയിൽ റമദാനിനെ റബ്ബേ എനിക്ക് നീ പ്രദാനം ചെയ്യണേ എന്നുള്ള പ്രാർത്ഥനയാണ് നമ്മുടെ ഒരുക്കത്തിൻ്റെ ഒന്നാമത്തെ ഘട്ടം. റമദാനിന് വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ ഒന്നാമത്തെ ഘട്ടം. അപ്പോൾ നമ്മളൊക്കെ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? വലിയ പ്രശ്നങ്ങളുള്ളവർ, പ്രായാധിക്യത്തിലെത്തി നിൽക്കുന്നവർ, അവർക്കൊക്കെ പടച്ചവനോട് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം. റബ്ബേ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എല്ലാ നോമ്പും എടുത്ത് മുഴുവനാക്കാനുള്ള തൗഫീഖ് റബ്ബെ നീ നൽകണേ എന്ന പ്രാർത്ഥന നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടതുണ്ട്. അതേപോലെ തന്നെ മറ്റൊന്നാണ് റമദാനിൻ്റെ എന്നപ്പോൾ റമദാൻ തുടങ്ങുക. റമദാൻ ഒന്നിന് എന്നെ എന്ന് നമ്മൾ പറയും. പക്ഷെ റമദാൻ ഒന്നെന്ന റമദാൻ ഒന്ന് നമ്മൾ കണക്കാക്കുന്നത് 2 രൂപത്തിലാണ്. മൂന്നാമത്തെ ഒരു രൂപമല്ല. ഏതാണത്? 1/29 മാസം കണ്ടാൽ പിറ്റേ ദിവസം റമദാൻ 1. ഷാബാൻ 29 മാസം കണ്ടാൽ പിറ്റേ ദിവസം റമദാൻ 1. അല്ലെങ്കിൽ മാസം കണ്ടിട്ടില്ലെങ്കിലോ 30 ഷാബാൻ തികക്കുന്നു, പിറ്റത്തെ ദിവസം റമദാൻ 1. ഈ 2 വഴിയല്ലാതെ വേറൊരു മാർഗം എന്തില്ല? നമ്മുടെ മുൻഗാമികളായ സലഫുകൾ പഠിപ്പിച്ചിട്ടില്ല. ഈ 2 മാർഗങ്ങളേ ഉള്ളൂ. ഏതെങ്കിലും ചില ആളുകൾ ചില അഭിപ്രായങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ അഭിപ്രായങ്ങളൊന്നും ലോകത്തെവിടെയും നടപ്പാക്കപ്പെട്ടിട്ടില്ല എന്നത് നമ്മൾ മനസ്സിലാക്കുക തന്നെ ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ ആർക്കത് നിർബന്ധമായിട്ടുള്ളത്? 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. നിർബന്ധമായിട്ടുള്ളത് പ്രായപൂർത്തിയെത്തിയവർക്കാണ്. ഇതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞത്. ചില പണ്ഡിതന്മാരെങ്കിലും നമസ്കാരം നമ്മൾ നിർബന്ധിക്കുന്ന കുട്ടികളെ കൊണ്ട് നോമ്പും നിർബന്ധിപ്പിക്കണം എന്ന് പറഞ്ഞവരുണ്ട്. അഥവാ നിസ്കരിക്കാൻ വേണ്ടി നമ്മളോട് പറഞ്ഞത് എങ്ങനെയാണ്? 7 വയസ്സായാൽ കുട്ടികളെ നമസ്കരിച്ച് ശീലിപ്പിക്കണം അല്ലേ? 10 വയസ്സായിട്ടും നമസ്കരിച്ചിട്ടില്ലെങ്കിൽ
അവരെ ശാസിക്കുകയും അടിക്കുകയും ചെയ്യണം, നിർബന്ധിച്ച് നമസ്കരിപ്പിക്കണം. ഇതേപോലെ തന്നെ ആരോഗ്യപരമായിട്ട് കഴിവുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവനെ 10 വയസ്സ് മുതൽ നമ്മൾ എന്ത് ചെയ്യണം? നോമ്പ് നോപ്പിക്കണം. അതുതന്നെയാണ് ഏറ്റവും നല്ലത്. അതാണ് ഏറ്റവും നല്ലത്. എന്നാൽ നിർബന്ധം വരുന്നത് ഏത് മുതലാണ്? ഒരു കുട്ടിക്ക് പ്രായപൂർത്തി എത്തുന്നത് മുതലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ നോമ്പെടുക്കണം. ഇനി നോമ്പ് ഒഴിവാക്കാൻ പറ്റുന്നത് ആർക്കാണ്? നോമ്പ് ഒഴിവാക്കാൻ പറ്റുന്നത് ആർക്കാണ്? ഒഴിവാക്കാൻ പറ്റുന്നവർ 3 രൂപത്തിലുള്ളവരാണ്. ഒന്ന്, നോമ്പ് ഒഴിവാക്കൽ നിർബന്ധമായിട്ടുള്ള ആളുകൾ. നോമ്പൊഴിവാക്കൽ നിർബന്ധമായിട്ടുള്ള ആളുകൾ അവർ പിന്നെന്ത് ചെയ്യണം? നോമ്പ് എടുത്ത് വീട്ടണം. ആരാണത്? പറഞ്ഞോളേ. നിർബന്ധമായിട്ടുള്ളവർ മാസമുറയുള്ള സ്ത്രീകൾ, അവരൊരിക്കലും നോമ്പെടുക്കാൻ പറ്റില്ല. രണ്ടാമത്തത് പ്രസവരക്തമുള്ള ആളുകൾ, അവരൊരിക്കലും നോമ്പെടുക്കാൻ പറ്റില്ല. ഇവർ നോമ്പെടുത്താൽ അത് പുണ്യമല്ല, അത് കുറ്റമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ആ സമയത്ത് പാടില്ല എന്ന് പറഞ്ഞ സമയത്ത് ഇത് ചെയ്യാൻ പാടില്ല, അത് കുറ്റമാണ്. അവർ ചെയ്യേണ്ടത് എന്താ? പിന്നീടത് നോറ്റ് വീട്ടണം. വേറൊന്നും അവർക്കില്ല. പിന്നീടുള്ള ദിവസത്തിൽ അവർ നോമ്പ് നോറ്റ് വീട്ടണം. വേറെയൊന്നും അവർക്ക് ചെയ്യാനില്ല, അല്ലേ? രണ്ടാമത്തത്, അവർക്ക് നോമ്പ് ഒഴിവാക്കാം, എന്നാൽ അവർ നിർബന്ധമായിട്ടും ഖളാ വീട്ടണം. നിർബന്ധമായും ഖളാ വീട്ടണം. അതാരൊക്കെയാണ്? യാത്രക്കാരൻ. ഒഴിവാക്കാം, അത്രയേ ഉള്ളൂ. ഒഴിവാക്കൽ നിർബന്ധമില്ല. മറ്റവരെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കൽ നിർബന്ധമാണ്. ഇവർക്ക് ഒഴിവാക്കാം, എന്നാൽ ഖളാ വീട്ടണം. അതേപോലെ തന്നെ രോഗി, യാത്രക്കാരൻ രോഗി. എങ്ങനത്തെ രോഗിയാണ്? ഈ റമദാനൊക്കെ കഴിഞ്ഞൊരു 3 മാസം മരുന്ന് കുടിച്ചാൽ, അല്ലെങ്കിൽ 2 മാസം മരുന്ന് കുടിച്ചാൽ, അല്ലെങ്കിൽ ഒരാഴ്ച മരുന്ന് കുടിച്ചാൽ മാറും, പിന്നെ കഴിഞ്ഞിട്ട് നോറ്റ് വീട്ടുക. അങ്ങനെയുള്ള ആളുകളും അവർ നോറ്റ് വീട്ടുകയാണ് ചെയ്യേണ്ടത്. എന്തല്ല, കഫാറത്ത് കൊടുക്കല്ല വേണ്ടത്. അപ്പോൾ മാറുമെന്ന് പ്രതീക്ഷിക്കുന്ന രോഗവും യാത്രയും അവരെന്ത് ചെയ്യണം? നോമ്പ് ഒഴിവാക്കാം. നോമ്പെടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുകയും ചെയ്യാം, എന്നാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. അല്ല, നോമ്പ് ഒഴിവാക്കിയിട്ട് പിന്നീടത് നോറ്റ് വീട്ടുകയാണ് അവർ ചെയ്യേണ്ടത്. മൂന്നാമത്തെ ഒരു വിഭാഗം, അവർക്ക് നോമ്പ് ഒഴിവാക്കാം. അവർ പിന്നെ നോമ്പ് നോറ്റ് വീട്ടില്ല. കാരണം അവർ ഒഴിവാക്കിയത് തന്നെ നോമ്പ് നോൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. അവർ ചെയ്യേണ്ടത് ഫിദിയ കൊടുക്കുക എന്ന ഒരു പ്രവർത്തനമാണ്. അവർ ചെയ്യേണ്ടത് ഫിദിയ, കഫാറത്ത് കൊടുക്കുക എന്ന ഒരു പ്രവർത്തനം, ഫിദിയ നൽകുക എന്ന പ്രവർത്തനമാണ് അവർ ചെയ്യേണ്ടുന്നത്. അതാരാണ്? പ്രായാധിക്യം കൊണ്ട് നോമ്പെടുക്കാൻ കഴിയാത്തവർ. രണ്ടാമത്തത്, സ്ഥിരമായി രോഗമുള്ള, മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന, മരുന്ന് വെക്കാൻ കഴിയാത്ത ആളുകൾ. ഇത്തരം ആളുകളുടെ കൂട്ടത്തിൽ ഒരൽപ്പം പ്രയാസകരമായിട്ട് നോമ്പെടുക്കാൻ കഴിയുന്നവർക്ക് അവർക്ക് നോമ്പെടുക്കുക തന്നെ നല്ലത്. എന്നാൽ അവർക്ക് അനുവാദമുണ്ട് എന്ത്? ഒഴിവാക്കാൻ അനുവാദമുണ്ട്. അവർ ചെയ്യേണ്ടത് എന്താ? പിന്നീടും അവർക്ക് അവരുടെ പ്രായം മാറിയിട്ട് ഇനി യുവത്വം തിരിച്ചു വരില്ല. അതേപോലെ തന്നെ അവരുടെ രോഗം അതങ്ങനെ കൂടി അങ്ങനെ തന്നെ അങ്ങോട്ട് നമ്മളെയും കൊണ്ടേ ആ രോഗം പോകുള്ളൂ. അങ്ങനത്തെ രോഗങ്ങൾ, അതിൻ്റെ കാരണത്താൽ അവർക്ക് നോമ്പെടുക്കാൻ കഴിയില്ല എങ്കിൽ അവർ ചെയ്യേണ്ടത് എന്താണ്? അവർ ഫിദിയ നൽകുക എന്നതാണ് അവർ ചെയ്യേണ്ടുന്നത്. ആ കൂട്ടത്തിലേക്ക് പണ്ഡിതന്മാർ 2 ആളെ കൂടി കൂട്ടിയിട്ടുണ്ട്. അതാരാണ്? ഗർഭിണി, അതേപോലെ തന്നെ പാലൂട്ടുന്ന ഉമ്മമാർ. ഈ ഗർഭിണിയും പാലൂട്ടുന്ന ഉമ്മമാരും ഗർഭകാലത്ത് നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്കുണ്ടാകുമെന്ന് ഡോക്ടർമാർ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഡോക്ടർമാർ പറയുന്നു, നിർദ്ദേശിക്കുന്നു. അതേപോലെ തന്നെ തനിക്കോ തൻ്റെ കുട്ടിക്കോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ പാലൂട്ടുന്നതിലൂടെ ഉണ്ടാകുമെന്ന് ഈ മാതാവ് ഭയപ്പെടുന്നു.
അങ്ങനത്തെ ആളുകൾ അവർ നോമ്പ് നോറ്റ് വീട്ടുകയാണ് പിറ്റത്തെ വർഷം ചെയ്യേണ്ടത് അല്ലേ? പക്ഷേ പിറ്റത്തെ വർഷമാകുമ്പോഴേക്ക് ഇന്ന് മുലയൂട്ടുന്ന പിന്നെ ഗർഭിണിയായവൾ പിറ്റത്തെ വർഷം പലപ്പോഴും ഗർഭത്തിൻ്റെ ആദ്യകാലമായിരിക്കും. അവർ പാലൂട്ടുന്ന ഉമ്മയായിരിക്കും പിറ്റത്തെ വർഷം. അടുത്ത വർഷമാകുമ്പോഴേക്ക് ഒരു പക്ഷേ അവൾ വീണ്ടും ഗർഭിണിയായേക്കാം. ഈ പ്രോസസ്സ് തുടരാൻ 2, 3, 4, 5 തവണ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്ര തവണ നോമ്പെടുക്കണം? എത്ര നോമ്പ് അവൾ നോറ്റ് വീട്ടണം? അപ്പോൾ ഇങ്ങനത്തെ ഗർഭവും പ്രസവവും തുടർച്ചയായ വർഷങ്ങളിൽ അടുത്തടുത്ത് വരുന്ന ഗർഭിണികളും മുലയൂട്ടുന്ന ഉമ്മമാരും അവർക്ക് ആരോടാണ് സാദൃശ്യമുള്ളത്? പ്രായാധിക്യത്തിലെത്തിയിട്ടും അതേപോലെ തന്നെ നിത്യരോഗികളായിട്ടുമുള്ള ആളുകളോടാണ് അവർക്ക് സാദൃശ്യമുള്ളത്. അവരും എന്ത് നൽകിയാൽ മതി എന്നാണ്? ഫിദിയ നൽകിയാൽ മതി. എന്നാൽ ഒരു വർഷം അവർ ഗർഭിണിയാണ്, പിറ്റത്തെ വർഷം കുട്ടി അത്യാവശ്യം ഭക്ഷണമൊക്കെ പിന്നെ മുലപ്പാലിൻ്റെ കൂടെ തന്നെ വേറെയും ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രശ്നമില്ല, നോമ്പ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോറ്റ് വീട്ടാൻ പറ്റും. അവരൊക്കെ എന്തെന്നെ ചെയ്യേണ്ടത്? നോമ്പ് നോറ്റ് വീട്ടുക തന്നെ ചെയ്യേണ്ടത്. ഇതാർക്ക് മാത്രമുള്ളതാണ്? തുടർച്ചയായ വർഷങ്ങളിൽ ഗർഭിണിയും മുലയൂട്ടുന്നവരുമായി മാറുന്ന ഉമ്മമാർക്കുള്ള അവർക്ക് മാത്രമുള്ള ഒരു നിയമമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എന്തൊക്കെ കാരണത്താലാണ് നോമ്പ് മുറിഞ്ഞു പോവുക എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ? ചിലരൊക്കെ ഛർദ്ദിച്ചാൽ നോമ്പ് ഒഴിവാക്കലുണ്ട്. ഛർദ്ദിച്ചാൽ നോമ്പ് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. നമ്മളായിട്ട് വായിൽ കൈയിട്ടിട്ട് ചിലപ്പം ഇവിടെ എന്തെങ്കിലും കെട്ടി നിൽക്കുന്നുണ്ട്, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? വായിൽ കൈയിട്ട് ഛർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം നോമ്പ് ഒഴിവായി. സ്വാഭാവികമായിട്ടുള്ള ഛർദ്ദിയാണെങ്കിൽ അതിനെന്തില്ല, നോമ്പ് ഒഴിവായി പോകില്ല. അതേപോലെ തന്നെ നമ്മൾ കണ്ണിലൊന്ന് മരുന്നിറ്റിച്ചു, ചിലപ്പം കണ്ണിൽ മരുന്നിറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തൊണ്ടയിൽ എന്തുണ്ടാവും? ഒരു തൊണ്ടയിൽ കെട്ടിയ മരും ഒരു ചവർപ്പൊക്കെ തോന്നും കണ്ണിൽ മരുന്നിറ്റിച്ചാൽ. ചെവിയിൽ മരുന്നിറ്റിച്ചാലും ചിലപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ തോന്നും. അങ്ങനത്തതിന് നോമ്പ് മുറിയൂല. എന്നാൽ മൂക്കിൽ ഉറ്റിക്കുന്ന മരുന്നാണെങ്കിൽ നോമ്പ് മുറിയും. എന്നാൽ ഗ്യാസ് രൂപത്തിലുള്ള സ്പ്രേ ആയിട്ട് അടിക്കുമല്ലോ അല്ലേ? അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ഗ്യാസ് മാത്രമായിരിക്കും ഉണ്ടാകുക. പ്രത്യേകിച്ച് ശ്വാസതടസ്സമൊക്കെ ഉള്ള ആളുകൾ അടിക്കുന്ന ഈ സ്പ്രേകൾ, അതിന് നോമ്പ് മുറിയില്ല എന്ന് തന്നെയാണ്, അത് മൂക്കിലാണെങ്കിലും മുറിയില്ല എന്നത് തന്നെയാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഉറ്റിക്കുന്ന മരുന്നാണെങ്കിൽ മാത്രമേ മുറിയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത്തരം കാര്യങ്ങളാണ്. സമയം ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഞാനൊരു ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച ഒരു കാര്യം എന്നത് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടുന്നത്, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ റമദാനിൻ്റെ മഹത്വം, നോമ്പിൻ്റെ ഫളല്, അതിൻ്റെ പുണ്യം, അതിൻ്റെ പ്രതിഫലം അല്ലേ, അതേപോലെ തന്നെ അതിന് എങ്ങനെ ഒരുങ്ങണമെന്നതൊക്കെ, അതിൻ്റെ ഹുക്കുമുകൾ, അതിൻ്റെ വിധിവിലക്കുകളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനുവേണ്ടി നമ്മളൊരു റമദാൻ വരും, ഇന്ന് ഷാബാൻ 29, നാളെ അല്ലേ ഒന്നുകിൽ 30 അല്ലെങ്കിൽ 1, അങ്ങനെ റമദാനിലേക്ക് കടക്കല്ല നമ്മൾ ചെയ്യേണ്ടത്. മറിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരുക്കം വേണം. ഒന്നും വേണ്ട, നമ്മളൊരു മന്ത്രിയെ കാണാൻ പോവുകയാണ് വിചാരിച്ചോളെ. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഒരുക്കും. നമ്മുടെ കയ്യിലുള്ള ഫയലുകൾ അല്ലേ, അത് 2 തവണ എടുത്ത് നോക്കും, എല്ലാം ഒക്കെ അതിലില്ലേ നോക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ യാത്രാ ടിക്കറ്റും അതേപോലെ തന്നെ മറ്റ് സൗകര്യങ്ങളും അതെല്ലാം നമ്മൾ വിളിച്ച് ഉറപ്പ് വരുത്തും. പരിചയമുള്ള ഒരാളെ കൂട്ടും, അയാളെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാനും നമ്മളെ വിഷയങ്ങൾ പറയാനും അതൊന്ന് പരിഗണിക്കാനും പറ്റിയ ഒരാൾ ഒക്കെ നമ്മൾ ചെയ്യുമല്ലോ. നമ്മെ സംബന്ധിച്ചിടത്തോളം റമദാൻ എന്ന് പറയുന്നത് ഒരു സാധാ മന്ത്രിയെ പോലുള്ള കാണാൻ പറ്റിയൊരു സാധനമാണോ? അതിനേക്കാളൊക്കെ എത്രയോ വലിയതല്ലേ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നന്മയും തിന്മയും വേർതിരിക്കുന്ന, ഗുണവും ദോഷവും വേർതിരിക്കുന്ന, സ്വർഗവും നരകവും തീരുമാനിക്കുന്ന ഒരു സാധനമാണ് വരാനുള്ളത്. നമ്മുടെ വെറും ഭൗതികമായ ഒരു കാര്യത്തിന് മാത്രം ഇത്രയേറെ നമ്മൾ തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ഒരു തയ്യാറെടുപ്പ് നടത്തണ്ടേ? ഞാനിന്ന് കുട്ടികളോട് നിങ്ങളൊരു കടലാസ് എടുക്കുകയും നിങ്ങളുടെ റമദാൻ എന്ത്
നിങ്ങളൊന്ന് പ്ലാൻ ചെയ്യേ. ഒന്ന് അവരുടെ കൂടെ ഇരുന്നിട്ട്, കുട്ടികളുടെ കൂടെ ഇരുന്നിട്ട് ഒരു റമദാൻ എങ്ങനെ കഴിച്ചു കൂട്ടണം ഒരു പ്ലാൻ ഒരുക്കിയതാണ് അല്ലേ. ആ ഒരു പ്ലാന് നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി നമ്മൾ പാലിക്കുക തന്നെ ചെയ്യേണ്ടതുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പല പള്ളികളിലും ഇമാമിങ്ങളായിരിക്കും, ഹാഫിലീങ്ങളായിരിക്കും, അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളവരാണ്. അതേപോലെയല്ല നമ്മൾ ഒരു ഒരുക്കം നമ്മൾ നടത്തുക തന്നെ ചെയ്യേണ്ടതുണ്ട്. ഇതിൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലടക്കം ഈ ഒരുക്കത്തിൻ്റെ ചില ഭാഗങ്ങളുണ്ട് അല്ലേ. റമദാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലേ, റമദാൻ സ്പെഷ്യൽ ഓരോ ഭക്ഷണങ്ങളിങ്ങനെ വരുമിനി നമ്മളെ യൂട്യൂബിലും ഇതിലൊക്കെ എല്ലാ റെസിപ്പിയും എടുത്തിട്ട് അതങ്ങനെ ഇന്ന് ഇതാക്കാം, നാളെ അതാക്കാം, മറ്റന്നാൾ ഇന്നതാക്കാം എന്ന് പറഞ്ഞ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനെല്ലാം നമുക്ക് റമദാൻ. അതതിൻ്റെ ആൾക്കാർ ഭക്ഷണവും കാര്യങ്ങളുമായിട്ട് കഴിഞ്ഞുകൂടുന്ന ആളുകൾ കണ്ട് വിട്ടുകൊടുക്കുക. നമുക്ക് നമ്മുടെ ജീവിതം നിലനിർത്താൻ മാത്രം അത്യാവശ്യമുള്ള കാര്യങ്ങൾ അതിൽ ഒതുങ്ങണം നമ്മൾ. എന്തിനായി കുറേ കരിച്ചതും കുറേ പൊരിച്ചതും ഒക്കെ ഉണ്ടാക്കിയിട്ട്? അതിനേക്കാളൊക്കെ നമുക്ക് വേണ്ടത് ആ സമയം കൂടി നമ്മൾ ഇബാദത്തിന് വേണ്ടി ഒരുങ്ങാൻ നമ്മൾ തയ്യാറാവുക എന്നത് തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രധാനമായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്. ഈ അനാവശ്യ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നമ്മുടെ വാട്സപ്പും നമ്മുടെ ഫേസ്ബുക്കും നമ്മുടെ ആൻഡ്രോയിഡ് ഫോണ്, ഈ പറയുന്ന സോഷ്യൽ മീഡിയ, ഇതിൽ നിന്ന് നമ്മളൊന്നുകൊണ്ട് സ്കിപ്പാകണം. ഇത് റമദാൻ ഒരുക്കത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്ക് പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയില്ല, പക്ഷേ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അത്യാവശ്യം വേണ്ടത് ചിലത് പിൻ ചെയ്ത് വെച്ചാൽ അതൊന്ന് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് എടുത്ത് നോക്കുക. എല്ലാ ഗ്രൂപ്പുകളിലും വരുന്ന എല്ലാ മെസ്സേജുകളും കേൾക്കുകയും എല്ലാ മെസ്സേജുകളും വായിക്കുകയും അതിന് മുഴുവൻ പ്രതികരിക്കുകയും ചെയ്യേണ്ട ആളുകളല്ല. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബ ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അവരവരുടെ ഭക്ഷണങ്ങളും അതേപോലെ തന്നെ അവരവരുടെ തമാശകളും അവരവരുടെ കുട്ടികളുടെ കളികളും അവരവരുടെ നോമ്പ് തുറയും എല്ലാം ഇടുന്ന ഇത് തൽക്കാലം നമ്മളണ്ട് ബ്ലോക്കാക്കുക. ഒരു മാസം കഴിഞ്ഞിട്ട് നമുക്കത് വീണ്ടും നമുക്ക് തിരിച്ചെടുക്കാം. ഇങ്ങനെ ഒരു ഒരുക്കം നമ്മൾ റമദാനിൻ്റെ വിഷയത്തിൽ നടത്തിയാലേ നമ്മുടെ റമദാൻ വിചാരിച്ച പോലെയാകും. വെറുതെ ഒന്നും ആവില്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ മാത്രം അതിന് ഇതങ്ങോട്ട് ഒഴിവാക്കിയിട്ട് നമുക്ക് റമദാനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? വിശുദ്ധ ഖുർആൻ ഇറങ്ങിയതല്ലേ അല്ലേ? ആ റമദാനിനെ ഖുർആനുമായി നമുക്ക് ബന്ധപ്പെടുത്താൻ കഴിയണം. നമ്മൾ ആദ്യം ഇപ്പം തീരുമാനിക്കേണ്ട ഒരു തീരുമാനം, ഈ റമദാനിൽ എത്ര തവണ ഓതും ഖുർആൻ ഖത്തം തീർക്കും എന്നുള്ളതാണ്. എത്ര തവണ ഖത്തം തീർക്കും അല്ലേ? ഒരു ദിവസം ഒരു ജുസ് ഓതുകയാണെന്നുണ്ടെങ്കിൽ 30 ജുസ് ഓതി തീർക്കാൻ പറ്റും. ഒരു ജുസ് ഇപ്പോൾ എനിക്ക് ഓതാൻ 22 മിനിറ്റ് 23 മിനിറ്റാണ് എനിക്കൊരു ജുസ് ഓതാനുള്ളത്. നമ്മളൊക്കെ അങ്ങനെ തന്നെ. ഇനി ഒരു അരമണിക്കൂർ വരെ എല്ലാവരും ഒരേ സ്പീഡിലാവില്ലല്ലോ അല്ലേ? എല്ലാവരും ഒരേ സ്പീഡിലല്ല നമ്മൾ ഓതുന്നത്. എന്ത് ചെയ്യുന്നു? ഓതുന്നതിൽ ഒരു അരമണിക്കൂർ വരെ. എങ്കിൽ 1 മണിക്കൂർ ഒരു ദിവസം നമ്മൾ ഖുർആനിന് വേണ്ടി മാറ്റിവെക്കാൻ നിന്നാൽ 2 ജുസ് നമുക്കൊരു ദിവസം ഓതിക്കൂടെ? 2 ജുസ് നമുക്ക് ഓതാൻ കഴിയുമെങ്കിൽ റമദാനിൽ നമുക്ക് 2 ഖത്തം തീർക്കാൻ കഴിയൂലേ? നമ്മുടെ പള്ളിയിലെ ഒരു ഇമാം നമ്മൾ നിശ്ചയിക്കുന്നതാണെങ്കിൽ തറാവീഹിനും തഹജ്ജുദിനും കൂടി ഒരു ഖത്തം തീർക്കണം എന്ന് പറഞ്ഞാൽ കൃത്യമായി ജമാഅത്തുകൾക്ക് നമ്മൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ കൃത്യമായി തറാവീഹിനും തഹജ്ജുദിനും നമ്മളൊക്കെ വരുന്നവരാണ് എങ്കിൽ അതോടുകൂടി നമുക്കൊരു ഖത്തം അതിലൂടെ നമ്മൾ കേട്ടു, ഇമാമിൻ്റെ കൂടെ നിന്നോ ഇല്ലേ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. നമ്മൾ ഒരു പ്ലാൻ ഈ രൂപത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. 2, നമുക്ക് കുറച്ച് ഖുർആൻ പഠിക്കണം. ഓത്ത് മാത്രം പോരാ, ഓത്താണ് ഏറ്റവും പ്രധാനം റമദാനിൽ. 2ാമത് ഖുർആൻ പഠനം, തഫ്സീർ നമ്മൾ വായിക്കണം. അതിന് ഒരു അരമണിക്കൂറെങ്കിലും ഒരു ദിവസം ഒരു തഫ്സീർ വായിക്കാൻ, അമാനി മൗലവിയുടെ തഫ്സീറോ അല്ലെങ്കിൽ ചുരുങ്ങിയത് നമ്മുടെ ചെറിയ മുണ്ടത്തിൻ്റെയും പറപ്പൂർ മൗലവിയുടെയും ആ ഖുർആൻ പരിഭാഷയൊന്ന് വായിക്കാൻ നമുക്ക് സമയം വേണം അല്ലേ? വാട്സപ്പും ഫേസ്ബുക്കും നമ്മൾ മാറ്റിയിടത്തേക്ക് നമ്മുടെ പീസ് റേഡിയോയിൽ ഈ റമദാനിൽ വരുന്ന നല്ല പ്രോഗ്രാമുകളുണ്ടാകും, നല്ല ക്ലാസ്സുകളുണ്ടാകും. അത് കുറച്ച് സമയമെങ്കിലും കേൾക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സമയം കണ്ടെത്തണം.
ഇങ്ങനെ നമ്മുടെ പഠനവും നമ്മുടെ ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ട് ഒന്നാമത് ചെയ്യേണ്ടുന്ന ഒരു കാര്യം അതാണിത്. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊന്ന് ജമാഅത്ത് നമസ്കാരങ്ങൾ. 30 നോമ്പുണ്ടെങ്കിൽ 150 ജമാഅത്തുകൾ നമുക്ക് ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെടരുത്. 150 ജമാഅത്തുകൾ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെടരുത്. നമ്മൾ എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ, രാവിലെയാണ് പോകുന്നെങ്കിൽ ലഹ്റ എവിടെയായിരിക്കും, ഏത് പള്ളി കൂടണം എന്ന് നമ്മൾ നിശ്ചയിക്കണം. വേണ്ടേ? പലപ്പോഴും നമുക്ക് നഷ്ടപ്പെടാറുള്ള ഒരു ജമാഅത്ത് നഷ്ടപ്പെടുകയല്ല, നമ്മൾ ആ ജമാഅത്ത് നഷ്ടപ്പെടുക എന്നുള്ളതല്ല നമ്മൾ ഏറ്റവും പ്രധാനം. ഒന്നാമത്തെ തക്ബീറത്തുൽ ഇഹ്റാം നമുക്ക് ഇമാമിൻ്റെ കൂടെ കിട്ടണം. ആ രൂപത്തിൽ ജമാഅത്തിലേക്ക് നമ്മൾ വരണം, അല്ലേ? അതിങ്ങനെ തുടർന്നാൽ ചെറിയ കാര്യമല്ല. 30 റമദാനിലും ഒരു 10 ദിവസം അപ്പുറത്തും കൂടി ആയുള്ളതിൻ്റെ ഗുണമറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 40 ദിവസം, അല്ലേ? 30 റമദാനിലും 10 ദിവസം ശേഷവും 40 ദിവസം തക്ബീറത്തുൽ ഇഹ്റാം, ഒന്നാമത്തെ തക്ബീറത്തുൽ ഇഹ്റാം ഇമാമിൻ്റെ കൂടെ ഒരാൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ലഹു ബറാഅത്താനി, ബറാഅത്തും മിനൻ നിഫാഖ് വ ബറാഅത്തും മിനൻ നാർ, നരകത്തിൽ നിന്ന് അവൻ മോചിപ്പിക്കപ്പെട്ടവനാണ് എന്ന് ഉറപ്പായി. അവൻ നരകത്തിലില്ല. രണ്ടാമത്തത്, അവനൊരിക്കലും മുനാഫിഖാവൂല, അല്ലേ? അവനൊരിക്കലും മുനാഫിഖാവൂല. നമുക്ക് കിട്ടണ്ടേ? ഈ റമദാൻ മുതൽ നമ്മളൊരു തീരുമാനം എടുക്കുക. റമദാനിലെ 30ഉം അതിനുശേഷം ഒരു 10ഉം, അത് വലിയ, അങ്ങനെ അതിനെ പിന്നീട് ജീവിതത്തിൽ തുടർത്തി കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു ശ്രമം. പലപ്പോഴും വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് പള്ളിയിലെത്തുമ്പോഴേക്ക് അത് നഷ്ടപ്പെടാതിരിക്കാൻ, വീട്ടിൽ നിന്നാണ് നമ്മൾ നോമ്പ് തുറക്കുന്നത് എങ്കിൽ അത്യാവശ്യത്തിന് കുറച്ച് വെള്ളവും ഒരു കാരക്കയും ഒക്കെ കഴിച്ച് വേഗം ജമാഅത്ത് തുടങ്ങുന്നതിന് മുമ്പ് പള്ളിയിലെത്തുക. സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്നത് വഖത്ത് തെറ്റിക്കാതെ നമസ്കരിക്കാനാണ്. പള്ളിയിൽ പങ്കെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ പങ്കെടുക്കുക, നല്ലതാണ്. പക്ഷേ വഖത്ത് തെറ്റിക്കാതെ നമസ്കരിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് വലിയൊരു കാര്യമാണ്. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാനും അതേപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കും അതിനും ഇതിനുമൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ഒഴിവാകുകയല്ല വേണ്ടത്. പിന്നെ എന്തു വേണം? നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഭക്ഷണം ഉണ്ടാക്കലൊക്കെ. റമദാൻ കഴിഞ്ഞാലും നടക്കും. അത്യാവശ്യത്തിനുള്ളത് ഉണ്ടാക്കിയിട്ട് മക്കളോടും ഭർത്താവിനോടൊക്കെ കാര്യം പറഞ്ഞ് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കുക. അത്യാവശ്യത്തിനുള്ളതൊക്കെ ഉണ്ടാക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് പെരുന്നാളാണ്, വേണ്ടതൊക്കെ ഉണ്ടാക്കുക. അത് കഴിഞ്ഞിട്ടും ഉണ്ടാക്കുക. നമ്മൾ ഒരു വഖത്തും അതിൻ്റെ സമയത്ത് നിന്ന് തെറ്റിക്കാതെ അതിൻ്റെ അവ്വൽ വഖത്തിൽ തന്നെ നിർവഹിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ സുന്നത്ത് നമസ്കാരങ്ങൾ, എത്ര സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. സഹാബത്തിൻ്റെ പലരുടെയും ചരിത്രം എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ തറാവീഹ് കഴിഞ്ഞിട്ട് പുരയിൽ വന്നാൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ എന്ത് ചെയ്യാറുണ്ടായിരുന്നതാ? ഒരു വെള്ളപ്പാത്രവും എടുത്തുകൊണ്ട് പള്ളിയിലേക്കാണ്ട് പോകും. എന്നിട്ട് അവിടെ നിന്ന് സുബഹിയുടെ മുമ്പ് വരെയുള്ള നിസ്കാരം, അത്താഴത്തിൻ്റെ സമയം വരെ നിസ്കരിക്കലായിരുന്നു. നമുക്ക് രാത്രി നമസ്കാരം, തറാവീഹ് നിസ്കാരമല്ലേ 11-ൽ കൂടാൻ പറ്റാത്തത്? സ്വതന്ത്രമായ സുന്നത്ത് നിസ്കാരങ്ങൾ ഈ രണ്ട് റക്അത്തായിട്ട് എത്രയും നമുക്ക് നമസ്കരിച്ചൂടെ? നമുക്ക് നമസ്കരിക്കാൻ കഴിയണം. ഒരു റവാത്തിബ് സുന്നത്തും നഷ്ടപ്പെടില്ല എന്ന തീരുമാനം നമ്മൾ എടുക്കണം. ഒരു റവാത്തിബ് സുന്നത്തും നഷ്ടപ്പെടുത്തൂല എന്നുള്ള തീരുമാനം നമ്മൾ എടുക്കണം. അങ്ങനെ ഒരു ചാർട്ട് നിങ്ങൾ ഉണ്ടാക്കി, അല്ലേ? അങ്ങനത്തെ ഒരു ചാർട്ട് നമുക്കുണ്ടാക്കിയിട്ട് ഇത് ആര് നോക്കുക? ഭർത്താവിൻ്റെത് ഭാര്യ നോക്കി, ഭാര്യയുടേത് ഭർത്താവ് നോക്കി, മക്കളും വാപ്പയും ഉമ്മയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനത്തെ കാര്യങ്ങൾ വീട്ടിലൊന്ന് ചർച്ച വരട്ടെ. റമദാനിൻ്റെ വിഷയത്തിൽ ഉമ്മയും ഉപ്പയും മക്കളുമൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച വരട്ടെ. ദിക്റുകൾക്ക് പ്രത്യേകം സമയം വേണം. ഞാൻ കുട്ടികൾക്ക് പ്രത്യേകം സമയമൊക്കെ ഓരോന്ന് നിശ്ചയിച്ചു കൊടുത്തു. ദിക്റുകൾക്ക് നമുക്ക് പ്രത്യേകം സമയം വേണം. അതിലേറ്റവും പ്രധാനമായിട്ട് നമ്മൾ കൃത്യമായി ബാങ്ക് വിളിക്കുന്ന സമയത്ത് പള്ളിയിലെത്തിയിട്ടുണ്ടെങ്കിൽ, ബാങ്ക് കൊടുത്ത ഉടനെ പള്ളിയിലെത്തിയിട്ടുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ്
നമ്മൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് അല്ലെങ്കിൽ 4 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ച് അവിടെ ഇരുന്നാൽ അടുത്ത ആ ജമാഅത്തിൻ്റെ സമയം വരെ നമ്മൾ സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബറും ലാ ഇലാഹ ഇല്ലല്ലാഹും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലയും അടക്കമുള്ള വ്യത്യസ്തങ്ങളായ ദിക്റുകൾ നമുക്ക് എത്ര ചൊല്ലാം അല്ലേ? ഇങ്ങനെ ദിക്റുകൾക്ക് നമ്മൾ സമയം കണ്ടെത്തണം. ഖുർആൻ പാരായണത്തിന് സമയം കണ്ടെത്തണം. ജമാഅത്ത് നമസ്കാരങ്ങളിൽ നമ്മൾ കൃത്യത വരുത്തണം. വഖത്തുകൾ തെറ്റിക്കാതെ സ്ത്രീകൾ നമസ്കരിച്ച് ശീലമാകണം. അങ്ങനെ ഒരു വലിയ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഈ റമദാൻ കൊണ്ട് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് റമദാൻ ഉണ്ടാകും, അതിൻ്റെ ശേഷമുള്ള ജീവിതവും നമുക്കുണ്ടാകും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അക്കൂട്ടത്തിൽ തന്നെയാണ് നമ്മുടെ സ്വതക്കയുടെ കാര്യങ്ങളും. റമദാൻ പ്രത്യേകമായിട്ട് സ്വതക്കയുടെ ഒരു കാലം കൂടിയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ സ്വതക്ക കൊടുത്തിരുന്നത് എപ്പോഴാണെന്നാ? റമദാനിലാണെന്നാണ്. അതിനും നമുക്ക് ഒരു ഭാഗം അതിനു വേണ്ടി മാറ്റിവെക്കണം. ഈ റമദാനിൽ ഞാൻ എത്ര സ്വതക്ക നൽകും എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിവെക്കാതെ അതിൻ്റെ അർഹർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നമ്മൾ നടത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാൻ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ലാത്ത അത്ര പുണ്യങ്ങൾ നമുക്ക് സമ്മാനിക്കുന്ന, ഈ റമദാൻ കഴിഞ്ഞു പോകുമ്പോൾ സമാധാനത്തോടുകൂടി അൽഹംദുലില്ലാ എനിക്കല്പം കിട്ടിയിട്ടുണ്ട് എന്ന് സമാധാനിക്കുന്ന, സന്തോഷിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാൻ വേണ്ടി ശ്രദ്ധിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.